ഇപ്രാവശ്യം ഒരുപാട് ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പൂരത്തിന് വർഷം കഴിയും തോറും ജനപങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 15 ലക്ഷമാണെങ്കിൽ ഈ പ്രാവശ്യം 20 ലക്ഷത്തോളം ജനങ്ങൾ ഇവിടെ എത്തും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പിന്നെ 4 മണിക്ക് വൈകുന്നേരം സാമ്പിൾ വെടിക്കെട്ടിനും വേറെ പ്രത്യേകതകളുണ്ടാവും. അതിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല, കാരണം രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് അത് ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ 6-ാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. 4-5 തീയതികളിലൂടെ സമയപ്രസരം നടക്കും. 6-ാം തീയതി രാവിലെ 7 മണിക്ക് നമ്മുടെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും ചരിത്രപ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കുകയും അവിടെ നിന്നും 3 ആനകളുടെ അകമ്പടിയോടുകൂടി നടപ്പാണ്ടി മേളത്തോടുകൂടി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരുടെ മേളമുണ്ടാവും. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി ഭക്തജനങ്ങളെല്ലാം പുഷ്പവൃഷ്ടി ഭഗവാന്റെ കോലത്തിൽ പുഷ്പവൃഷ്ടി നടത്തും. പിന്നെ നേരെ പോയി നടുവിലാൽ പന്തലിൽ കയറി അവിടെ നിന്ന് വീണ്ടും ബ്രഹ്മസം മഠത്തിൽ പോയി ഇറക്കിപ്പൂജയ്ക്ക് ശേഷം 11 മണിക്ക് തിരുവമ്പാടി വിഭാഗത്തെ സംബന്ധിച്ചോളം ഏറെ പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ മഠത്തിലെ വരവിന് തുടക്കം കുറിക്കും. കൊങ്ങാട് മധുവാണ് ഇപ്രാവശ്യം അതിന് പ്രമാണം വഹിക്കുന്നത്. അപ്പോൾ കോട്ടയ്ക്കൽ രവിയാണ് മുദ്ദളപ്രമാണി, മണികണ്ഠനാണ് കൊമ്പ്, ഇലത്താളം നമ്മുടെ ചേലക്കര സൂര്യൻ. അത് അവിടെ നിന്നും തുടങ്ങി 3 ആനകൾ കഴിഞ്ഞ് കയറി 7 ആനകൾ നിരങ്ങ് സ്വരാജ് റൗണ്ടിലെത്തി. അത് കഴിഞ്ഞ് നാക്കിരാൽ പന്തലിൽ പഞ്ചവാദ്യം അവസാനിച്ച് തേക്കിൻകാട്ടിലേക്ക് പ്രവേശിച്ചാൽ 15 ആനകൾ നിരന്ന് നിൽക്കും.